ഇന്ത്യയിൽ ബി.ജെ.പിയുടെ ഫാസിസ്റ്റ് മുന്നേറ്റത്തെ ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ. കോൺഗ്രസുകാർ വിജയിച്ചാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന സി.പി.എം പ്രചാരണം മതന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട്. കോഴിക്കോട് നടപ്പാക്കിയ കേന്ദ്ര പദ്ധതികളിൽ ഭൂരിഭാഗവും യു.പി.എ സർക്കാർ പ്രഖ്യാപിച്ചവയാണ്. താൻ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ പിതൃത്വം ബി.ജെ.പി ഏറ്റെടുക്കേണ്ടതില്ലെന്നും എം.കെ. രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകൾ അദ്ദേഹം കേരള വിഷൻ ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. രാഘവട്ട, എന്താണ് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം? എന്താണ് താങ്കൾക്ക് ഈ പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ? ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പര്യടന പരിപാടി തുടങ്ങിയിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. ഈ വളരെ കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റി കിട്ടും, അത് തർക്കമില്ല. എളമരം കരീം പറഞ്ഞ ഒരു കാര്യം, അതായത് വർഗീയ ഫാസിസത്തിനെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല, അതുകൊണ്ട് LDF ആണ് ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് LDFൻ്റെ പ്രതിനിധി അയക്കുന്നതാണ് ശരിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, CPM ആകെ മത്സരിക്കുന്ന ഇന്ത്യയിൽ 30 സീറ്റിലാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് 390 സീറ്റിലാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് 30 സീറ്റിൽ മത്സരിക്കുന്ന CPMന് പാർലമെൻറ്റിൽ പോയി എന്ത് ചെയ്യാൻ പറ്റും? എത്ര സീറ്റ് ജയിക്കും അവർ വളരെ ദുർബലമായി വരികയാണ്. സത്യം പറഞ്ഞാൽ CPM വളരെ ദുർബലമായ പാർട്ടിയാണ് CPM. പഴയ CPM അല്ല. അപ്പോൾ BJP എതിർക്കാൻ, ഫാസിസ്റ്റ് മുന്നേറ്റത്തെ ചെറുക്കാൻ അവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. CPM ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആളുകളെ വിജയിപ്പിച്ചാൽ അവർ BJPയിലേക്ക് പോകുന്നതാണ്. അവരതിന് ചൂണ്ടിക്കാണിക്കുന്ന പത്മജ വേണുഗോപാൽ അടക്കമുള്ളവരുടെ അത് എല്ലാ കാലത്തും പറയുന്നതാണ്. അത് ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അൽഫോൺസ് കണ്ണന്താനം ആരായിരുന്നു? CPM MLA ആയിരുന്നു. അദ്ദേഹം പിന്നെ BJP പോയി മന്ത്രിയായി. അദ്ദേഹത്തെ സ്വീകരിച്ചു CPM പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാൻ ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല. മോദി നടത്തിയ വികസനങ്ങളുടെ ചാമ്പ്യനാകാൻ എം.കെ. രാഘവൻ നോക്കേണ്ട. കാരണം എം.കെ. രാഘവൻ്റെ സ്വന്തമായിട്ടൊരു വികസനം ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നൊരു ആരോപണം താങ്കൾക്കെതിരെ BJP UPയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കോഴിക്കോട് വന്നിട്ടുള്ളത്. താങ്കൾ കൊണ്ടുവന്ന പദ്ധതികളുടെ പിതൃത്വം BJP ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സംശയം. എന്താ BJPക്ക് എന്താ അവകാശമുള്ളത്? BJP എവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നു? ഇവിടെ BJP ആരോ പറഞ്ഞ പോലെ മോദിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നല്ലാതെ BJPയുടെ കേരളത്തിലെ അസ്തിത്വം തന്നെ മോശമല്ലേ? എന്തായാലും എം.കെ. രാഘവൻ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഓരോ പദ്ധതികളിൽ ഭൂരിഭാഗം UPA സർക്കാരിൻ്റെ കാലത്താണ് തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് നടപ്പിലാക്കിയത്. എന്തായാലും അതിൽ BJP പിതൃത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ CPIM തെറ്റായ പ്രചരണം നടത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ നോക്കേണ്ടതില്ല, മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എം.കെ. രാഘവൻ പറയുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.